വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ബയോളജി ചോദ്യങ്ങൾ നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ ഭാഗങ്ങളിൽ നിന്നും PSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സ് ആണോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? അതായത് പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗിക്കപ്പെടുന്നത്? എൻഡോസ്കോപ്പി, അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നിവയിലാണ് പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗിക്കുന്നത്. എൻഡോസ്കോപ്പി, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശബ്ദവേഗതയുടെ ആരോഹണ ക്രമത്തിൽ ശരിയായത് ഏതാണ്? ശബ്ദവേഗതയുടെ ആരോഹണ ക്രമത്തിൽ ശരിയായത് ഏതാണ്? ശൂന്യത, വായു, ജലം, ഗ്ലാസ്. ശൂന്യത, വായു, ജലം, ഗ്ലാസ്. നമ്മൾ SCERT കറക്റ്റ് എടുത്ത പോയിന്റ് പറഞ്ഞാണ് അല്ലേ? ശൂന്യത, വായു, ജലം, ഗ്ലാസ്. നെക്സ്റ്റ്, ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടാത്തത്? ഭൂമിയുടെ ഏത് ഭാഗത്താണ്? കേന്ദ്രത്തിലാണ് ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടാത്തത്. എവിടെയാണ്? കേന്ദ്രത്തിൽ. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. ത്വരണത്തിൻ്റെ ഏതാ വരുന്നത്? ത്വരണവുമായി ബന്ധപ്പെട്ടത് ഏതാണ് വരുന്നത്? ത്വരണവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? LT⁻² ആണല്ലേ. LT⁻² ആണ് ത്വരണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ബലത്തിൻ്റെ ഏതാ വരുന്നത്? MLT⁻² ആണല്ലേ. ബലം എന്ന് പറയുന്നത് MLT⁻² ആണ്. ഇനി പ്രവൃത്തി എന്ന് പറയുന്നത് ഏതാണ്? ML²T⁻² ആണ്. അത് നമുക്ക് +1 +2 ഭാഗങ്ങളിലാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഇതറിയാത്തവർക്കായിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ത്വരണത്തെയാണ് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ത്വരണത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ആക്സിലറേഷൻ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ബൈ ടൈം ആണല്ലോ. ആക്സിലറേഷൻ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് ബൈ ടൈം എന്നാണ് ഇക്വേഷൻ അല്ലേ. ഇനി സ്പീഡ് കാണുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് കാണുന്നത് അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നതാണ് സ്പീഡിന് ഇക്വേഷൻ. ബൈ ടൈം അല്ലേ. അപ്പോൾ സ്പീഡ് ബൈ ടൈം ആണ് ആക്സിലറേഷൻ കാണുന്നതിന്, ത്വരണം കാണുന്നതിനുള്ള ഇക്വേഷൻ. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ബാക്കി നമുക്ക് ബൈ ടൈം ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈ ടൈം എഴുതി. അപ്പോൾ നമുക്ക് നോക്കി 2 ടൈം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഒരുമിച്ച് ചെയ്താലോ? ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിന് ഈ ഡിവൈഡ് നമുക്ക് ഇൻറ്റൂലാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതാം? അറിയുന്നതല്ലേ. എങ്ങനെയാണ് എഴുതാം? ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയറിന് നമ്മൾ ഈ ബൈ കളഞ്ഞിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? ഹരണം മാറ്റി ഇൻറ്റൂലാക്കുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസിന് നമുക്കറിയാം മുകളിൽ എന്താണ് വരുന്നത്? ⁻1 ആണല്ലേ. അവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ പറയാം? അവിടെ ⁻1 ഉണ്ടെന്ന് പറയാം. ഇൻറ്റു എഴുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം എന്ന് പറയുന്നത് ഹരണം ബൈ സ്ക്വയർ ആണ്. ബൈ ഇട്ടിട്ട് അടിയിൽ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഇൻറ്റു ആയിട്ട് വരുമ്പോൾ, അതായത് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ അടിയത്തെ സ്ക്വയർ മുകളിലേക്ക് പോകുമ്പോൾ ⁻2 എന്ന് വരും. -2 അടിയിൽ നിന്ന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ -2 വരും. അല്ലെങ്കിൽ മുകളിൽ നിന്ന് അടിയിലേക്ക് വരികയാണെങ്കിൽ ഒക്കെ മൈനസ് ആണ് വരിക. അപ്പോൾ അടിയിൽ നിന്ന് 2 മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ടൈം സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് വരും? ⁻2 എന്ന് വരും. ഓക്കെ ആണല്ലോ. നമ്മൾ ഡിസ്റ്റൻസിന് നമ്മൾ MLT ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഡിസ്റ്റൻസിന് നമ്മൾ L എന്നാണ് എഴുതാം. ഓക്കെ. ഇനി ടൈമിന് നമ്മൾ T എന്നാണ് എഴുതാം. L⁻1 ഉണ്ട് അല്ലേ. L⁻1 T⁻². അപ്പോൾ നമുക്ക് L⁻1 എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല അല്ലേ. ആ 1 ഇതില്ലാത്ത കാരണം നമുക്ക് എന്ത് എഴുതാം? LT⁻² എന്ന് എഴുതാം. അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ഡെറിവേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ.
നോക്കാം. അതായത് നമുക്ക് ത്വരണം കാണുന്നതിനുള്ള ഇക്വേഷൻ സ്പീഡ് ബൈ ടൈം ആണ്. സ്പീഡ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ബൈ ടൈം എഴുതി, ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ എഴുതിയില്ലേ? നമുക്ക് 2 ടൈമുള്ള കാരണം ബൈ ടൈം സ്ക്വയർ എന്ന് എഴുതി. ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ ഈക്വൽ എന്താണ്? ഡിസ്റ്റൻസിൻ്റെ മുകളിൽ നിന്നാണ് ഒരു പവർ, എന്തായാലും ഒരു പവർ നമ്മൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും പറഞ്ഞുതരാണ്, ഡിസ്റ്റൻസിൻ്റെ മുകളിൽ ഒരു 1 എന്ന് പറയുന്ന ഒരു പവർ ഉണ്ട്. ഇൻറ്റു ടൈം, അടിയിൽ നമുക്കറിയാം അടിയിലാണ് സ്ക്വയർ വന്നേക്കുന്നത്. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അടിയിലാണ് സ്ക്വയർ വന്നേക്കുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ എന്തായാലും റേസ് ടു മൈനസ് വരും അല്ലേ? റേസ് ടു -2 എന്ന് വരും. ഓക്കെ, ടൈം റേസ് ടു -2 എന്ന് വന്നു. അപ്പോൾ LT നമ്മൾ ഡിസ്റ്റൻസിൻ്റെ ലെങ്ത്തിൽ L, അതുപോലെ തന്നെ ടൈമിന് T എന്ന് എടുത്തു. LT റേസ് ടു -2 എന്ന് വന്നു. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി വരുന്നത്? LT റേസ് ടു -2 എന്ന് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ത്വരണത്തിന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ബലത്തിന് എന്തായിരിക്കും നോക്കി നോക്കിയേ. ബലത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? MA എന്നാണ് അല്ലേ? ബലത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് MA ആണ്. അപ്പോൾ M എന്നുള്ളത് നമുക്ക് M എന്ന് എഴുതാം. ഓക്കെ, M എന്ന് എഴുതാം. A എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയല്ലോ. LT റേസ് ടു -2 എന്ന് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ MLT റേസ് ടു -2 എന്ന് വന്നു. MLT റേസ് ടു -2 എന്ന് വന്നു. ഓക്കെ, ഇനി പ്രവൃത്തി കാണുന്നത് ഇതുപോലെ തന്നെ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ശബ്ദത്തിൻ്റെ പ്രതിധ്വനി 2 സെക്കൻഡിനുള്ളിൽ കേട്ടു. ശബ്ദവേഗത 342 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ശബ്ദസ്രോതസ്സും പ്രതിഫലന തലവും തമ്മിലുള്ള ദൂരം എത്രയാണ്? ഒരു ശബ്ദത്തിൻ്റെ പ്രതിധ്വനി 2 സെക്കൻഡാണ്. ശബ്ദവേഗത 342 ആണെങ്കിൽ ശബ്ദസ്രോതസ്സും പ്രതിപതന തലവും തമ്മിലുള്ള ദൂരം എത്രയായിരിക്കും? 342 മീറ്റർ ആയിരിക്കും. 342 മീറ്റർ ആയിരിക്കും. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ വൈദ്യുതിയുടെ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കാത്ത ഉപകരണം ഏതാണ്? താപഫലം, വൈദ്യുതിയുടെ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കാത്ത ഉപകരണം ഏതാണ്? മൈക്രോവേവ് ഓവൻ ആണ് കേട്ടോ. മൈക്രോവേവ് ഓവനാണ്. താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കാത്ത ഉപകരണം ഏതാണ്? മൈക്രോവേവ് ഓവൻ. നെക്സ്റ്റ്, വെക്റ്റർ അതായത് സദിശ അളവല്ലാത്തത് തന്നിരിക്കുന്നത് ഏതാണ്? വേഗതയാണ് അല്ലേ? സദിശ അളവല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സദിശം അല്ലാത്തത് ഏതാണ്? അതായത് വെക്റ്റർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗതയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഒരു ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ സ്ഥിരമായി നിൽക്കുന്നത് ഏതാണ്? ഒരു ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത് എന്തായിരിക്കും? അവിടെ സ്ഥിരമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏതായിരിക്കും? ത്വരണമായിരിക്കും. ത്വരണമാണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തതാണ് AC-യെ DC ആക്കി മാറ്റുന്ന ഉപകരണമാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? AC-യെ DC ആക്കി മാറ്റുന്ന ഉപകരണമാണ് റെക്ടിഫയർ. റെക്ടിഫയറായി ഉപയോഗിക്കുന്ന ഡയോഡുകളെല്ലാം എന്ന് പറയുന്നതാണ് അവിടെ നമുക്ക് തെറ്റായിട്ടുള്ള ആൻസർ ചെയ്ത് വരുന്നത് കേട്ടോ. ഡയോഡുകളെല്ലാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? AC DC ആക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. നമുക്ക് ശരിയല്ലാത്തത് ഏതാണ്? 2 ആണ് അല്ലേ? രണ്ടാമത്തെയാണ് ശരിയല്ലാത്തത് ആൻസർ. നെക്സ്റ്റ്, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ട്രാൻസ്ഫോമർ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ട്രാൻസ്ഫോമർ. നെക്സ്റ്റ്, കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണ് കൂട്ടത്തിൽപ്പെടാത്തത്. എക്സലേറ്ററും അതുപോലെ തന്നെ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ് ഒക്കെ എന്താണ്? പാസ്കൽ തത്വത്തിന് ഉദാഹരണങ്ങളാണ് അല്ലേ? ഈ 3 പറയുന്നതും പാസ്കൽ തത്വത്തിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, ലോഹങ്ങൾ നല്ല വൈദ്യുത ചാലകങ്ങളാണ്. കാരണം എന്താണ്? ലോഹങ്ങൾ നല്ല വൈദ്യുത ചാലകങ്ങളാണെന്ന് പറയുന്നതിന് കാരണം എന്താണ്? അവയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുണ്ടെന്ന് പറയുന്നതാണ്. ലോഹങ്ങൾ നല്ല വൈദ്യുത ചാലകങ്ങളാവാൻ കാരണം അവയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കെമിസ്ട്രി ചോദ്യങ്ങൾ നോക്കാം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇരുമ്പ് കോപ്പർ സൾഫേറ്റ് ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. ഇരുമ്പ് കോപ്പർ സൾഫേറ്റ് ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ആദേശ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ആദേശ രാസപ്രവർത്തനം നടക്കുന്നുണ്ടോ നമുക്ക് തന്നിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഇരുമ്പ് കോപ്പർ സൾഫേറ്റ് ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ആദേശ രാസപ്രവർത്തനം നടക്കുന്നു എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. സിൽവർ കോപ്പർ സൾഫേറ്റ് ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ആദേശ രാസപ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ള ആൻസറാണ്.
ഓക്കെ, സിൽവർ കോപ്പർ സൾഫേറ്റുമായി ലയനിയുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ആദേശ രാസപ്രവർത്തനം നടക്കുന്നില്ല. മഗ്നീഷ്യം സോഡിയം നൈട്രേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ ആദേശ രാസപ്രവർത്തനം നടക്കുന്നു എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നടക്കുന്നില്ല എന്നാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? 3 നമുക്ക് ചോദിച്ചിരിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ്. 1ഉം 2ഉം മാത്രമാണ് ശരി വരുന്നത് കേട്ടോ. ഇരുമ്പ് കോപ്പർ സൾഫേറ്റ് ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. സിൽവർ കോപ്പർ സൾഫേറ്റ് ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ആദേശ രാസപ്രവർത്തനം നടക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിഗരറ്റ് കത്തിച്ചാലുണ്ടാകുന്ന വാതകം ഏതാണ്? സിഗരറ്റ് കത്തിച്ചാലുണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആണ്. സിഗരറ്റ് കത്തിച്ചാലുണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. താഴെ പറയുന്നവയിൽ ഏതാണ് ആൽക്കലോയിഡുകൾക്കുള്ള പരിശോധന അല്ലാത്തത്? ആൽക്കലോയിഡുകൾക്കുള്ള പരിശോധന അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ആൽക്കലോയിഡുകൾക്കുള്ള പരിശോധനകൾ ഏതൊക്കെയാണ്? മേയർ ടെസ്റ്റ്, ഹാഗർ ടെസ്റ്റ്, വാഗ്നർ ടെസ്റ്റ് എന്നിവയൊക്കെ എന്താണ്? ആൽക്കലോയിഡുകൾക്കുള്ള പരിശോധനകളാണ്. സാൽക്കോവ്സ്കി ടെസ്റ്റ് എന്ന് പറയുന്നത് ആൽക്കലോയിഡുകൾക്കുള്ള പരിശോധനയല്ല. അപ്പോൾ നമുക്ക് ഡി ആണ് അവിടെ ആൻസർ വരുന്നത്. ഈ സാൽക്കോവ്സ്കി ടെസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സൊല്യൂഷനിൽ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാൽക്കോവ്സ്കി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. കൊളസ്ട്രോൾ ചെക്കിംഗ് ആണ്. കൊളസ്ട്രോൾ ചെക്കിംഗ് ആണെന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. കൊളസ്ട്രോൾ ചെക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആൽക്കലോയിഡുകൾക്കുള്ള പരിശോധനകൾ മേയർ ടെസ്റ്റും ഹാഗർ ടെസ്റ്റും വാഗ്നർ ടെസ്റ്റുമാണ്. നെക്സ്റ്റ്, ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രത്തിൽ 5ാമത്തെ ഊർജ്ജ നിലയിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ പരിവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ശ്രേണി കാണപ്പെടുന്നത്. ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രത്തിൽ 5ാമത്തെ ഊർജ്ജ നിലയിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ പരിവർത്തനത്തിന് ഫലമായി ഉണ്ടാകുന്ന ശ്രേണി കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? ഏത് മേഖലയിലാണ്? അൾട്രാ വയലറ്റ് മേഖലയിലാണ്. അൾട്രാ വയലറ്റ് മേഖലയിലാണ്. ഒരു വാൻഡർ വാലിൻ്റെ വാതകത്തിൻ്റെ നിർണായക ഊഷ്മാവ് 300 K ആണെങ്കിൽ നിർണായക മർദ്ദം എത്രയായിരിക്കും? ഒരു വാൻഡർ വാലിൻ്റെ വാതകത്തിൻ്റെ നിർണായക ഊഷ്മാവ് 300 K ആണെങ്കിൽ നിർണായക മർദ്ദം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 154 ATM ആയിരിക്കും. 154 ATM ആയിരിക്കും. അപ്പോൾ ഈ വാൻഡർ വാൽസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പഠിച്ചു വയ്ക്കാം. അതിൽ നിന്നാണ് എല്ലാം കണ്ടുപിടിക്കുന്നത് കേട്ടോ. P+AN² ഇൻറ്റു V മൈനസ് NB. V മൈനസ് NB ഈക്വൽ ടു nRT. nRT എന്ന് പറയുന്നതാണ് ശരിക്കുള്ള ഇക്വേഷൻ കേട്ടോ. P+AN²/V² ഇൻറ്റു V മൈനസ് NB ഈക്വൽ ടു nRT. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? PV ഈക്വൽ ടു nRT. ഇതിൽ നമുക്ക് PV ഈക്വൽ ടു nRT എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും കേട്ടോ. PV ഈക്വൽ ടു nRT എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. നമുക്ക് P കാണുന്നതിനായിട്ട് nRT/V എന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശ വേഗത എന്ന് പറയുന്നത് C ആണ്. ആവൃത്തി എന്ന് പറയുന്നത് എത്രയാണ്? V ആണ്. തരംഗദൈർഘ്യം ലാംഡയാണ്. എന്നിവ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ശരിയായ സമവാക്യം ഏതാണ്? പ്രകാശ വേഗത, ആവൃത്തി, തരംഗദൈർഘ്യം എന്നിവ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ശരിയായിട്ടുള്ള സമവാക്യം ഏതാണ്? V ഈക്വൽ ടു C/λ. V ഈക്വൽ ടു C/λ പഠിച്ചിരിക്കുക കേട്ടോ. V ഈക്വൽ ടു C/λ. നെക്സ്റ്റ്, ആദർശവാതക സമവാക്യം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ആദർശവാതക സമവാക്യം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? PV ഈക്വൽ ടു nRT. PV ഈക്വൽ ടു nRT. PV ഈക്വൽ ടു nRT. രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചുമാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന തരം രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്നത് എന്താണ്? രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചുമാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന തരം രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്നത് എന്താണ്? ദ്വിവിഘടനം. ദ്വിവിഘടനം. ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്ന പ്രവർത്തനം. ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്ന പ്രവർത്തനത്തെ വെള്ളി പൂശുന്ന പ്രവർത്തനത്തെ എന്താണ് പറയുന്നത്? വൈദ്യുത ലേപനം എന്നാണല്ലേ പറയുന്നത്. വൈദ്യുത ലേപനം എന്നാണ് പറയുന്നത്. വൈദ്യുത ലേപനം. ഇനി കാൽസ്യം സൾഫേറ്റും സിങ്കും തമ്മിലുള്ള പ്രവർത്തനം. കാൽസ്യം സൾഫേറ്റും സിങ്കും തമ്മിലുള്ള പ്രവർത്തനത്തെ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നു. കാൽസ്യം സൾഫേറ്റും സിങ്കും തമ്മിലുള്ള പ്രവർത്തനം എന്താണ്? ആദേശ രാസപ്രവർത്തനം.
ഇനി കാൽസ്യം കാർബണേറ്റിൻ്റെ വിഘടനത്തെ എന്താ പറയുന്നത്? താപശോഷക പ്രവർത്തനം അല്ലെങ്കിൽ താപാകിരണ പ്രവർത്തനമാണ്. കാൽസ്യം കാർബണേറ്റിൻ്റെ വിഘടനം ഏതാണ്? താപശോഷക പ്രവർത്തനം അല്ലെങ്കിൽ താപാകിരണ പ്രവർത്തനം. ഇനി പ്രകാശ സംശ്ലേഷണം എന്നാണ് പ്രകാശരാസ പ്രവർത്തനമാണ്. ദഹനം എന്ന് പറയുന്നത് എന്ത് പ്രവർത്തനമാണ്? താപമോചക പ്രവർത്തനമാണ്. താപമോചക പ്രവർത്തനമാണ്. അപ്പോൾ ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്ന പ്രവർത്തനം വൈദ്യുത ലേപനം. കാൽസ്യം സൾഫേറ്റും സിങ്കും തമ്മിലുള്ള പ്രവർത്തനം എന്താണ്? ആദേശരാസ പ്രവർത്തനം. കാൽസ്യം കാർബണേറ്റിൻ്റെ വിഘടനം എന്ന് പറയുന്നത് എന്താണ്? താപശോഷക പ്രവർത്തനം അല്ലെങ്കിൽ താപാകിരണ പ്രവർത്തനം. പ്രകാശ സംശ്ലേഷണം പ്രകാശരാസ പ്രവർത്തനം. ദഹനം എന്ന് പറയുന്നത് എന്തായിരിക്കും? താപമോചക പ്രവർത്തനമാണ്. നെക്സ്റ്റ്, ഒരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ അതിൻ്റെ മർദ്ദം അബ്സല്യൂട്ട് സ്കെയിലിൽ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഒരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ അതിൻ്റെ മർദ്ദം അബ്സല്യൂട്ട് സ്കെയിലിൽ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഗേ-ലുസാക്ക് നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശവൈദ്യുത പ്രഭാവം മൂലം ഉത്സർജിക്കപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം കണ്ടെത്തുന്നതിനുള്ള ശരിയായ സമവാക്യം ഏതാണ്? പ്രകാശവൈദ്യുത പ്രഭാവം മൂലം ഉത്സർജിക്കപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം കണ്ടെത്തുന്നതിനുള്ള ശരിയായ സമവാക്യം ഏതാണ്? ½ mv² (12mv²) എന്ന് പറയുന്നതാണ് പ്രകാശവൈദ്യുത പ്രഭാവം മൂലം ഉത്സർജിക്കപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം കണ്ടെത്തുന്നതിനുള്ള ശരിയായ സമവാക്യം. നെക്സ്റ്റ്, താഴെ നൽകിയിരിക്കുന്നതിൽ ലോഹ അയിരിൻ്റെ സാന്ദ്രണത്തിനുള്ള മാർഗ്ഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സാന്ദ്രണത്തിനുള്ള മാർഗ്ഗങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത് റോസ്റ്റിംഗ് എന്ന് പറയുന്നതാണ്. പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ജലപ്രവാഹത്തിൽ കഴിവുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? സാന്ദ്രണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് അല്ലേ. നെക്സ്റ്റ്, ചുവടെയുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഇതിൽ ശരി ഏതാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നോക്കാം. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും കിട്ടുന്ന ഇരുമ്പിൽ ഏകദേശം 4% കാർബണും ചെറിയ അളവിൽ മറ്റ് ധാരാളം അപദ്രവ്യങ്ങളുമുണ്ട്. ഇതിനെ പിഗ് അയൺ എന്നാണ് വിളിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും കിട്ടുന്ന ഇരുമ്പിൽ ഏകദേശം 4% കാർബണും ചെറിയ അളവിൽ മറ്റ് ധാരാളം അപദ്രവ്യങ്ങളുണ്ട്. ഇതിന് നമ്മൾ പിഗ് അയൺ എന്നാണ് വിളിക്കുന്നത്. ഇനി പിഗ് അയണിനെ അയൺ സ്ക്രാപ്പുകളും കാർബണും ചേർത്ത് വായുപ്രവാഹത്തിൽ ഒരുക്കിയാണ് കാസ്റ്റ് അയൺ നിർമ്മിക്കുന്നത്. പിഗ് അയണിനെ അയൺ സ്ക്രാപ്പുകളും കാർബണും ചേർത്ത് വായുപ്രവാഹത്തിലൊരുക്കിയാണ് കാസ്റ്റ് അയൺ നിർമ്മിക്കുന്നത്. ശരിയാണ്. വ്യാവസായിക അയണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റോട്ട് അയൺ എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് എപ്പോഴും. വ്യാവസായിക അയോണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? റോട്ട് അയൺ ആണ്. അപ്പോൾ ഇതിലെല്ലാം ശരിയാണോ? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും കിട്ടുന്ന ഇരുമ്പിൽ ഏകദേശം 4% കാർബണും ചെറിയ അളവിൽ മറ്റ് ധാരാളം അപദ്രവ്യങ്ങളുമുണ്ട്. ഇതിനെ പിഗ് അയൺ എന്നാണ് വിളിക്കുന്നത്. പിഗ് അയണിനെ അയൺ സ്ക്രാപ്പുകളും കാർബണും ചേർത്ത് വായുപ്രവാഹത്തിൽ ഒരുക്കിയാണ് കാസ്റ്റ് അയൺ നിർമ്മിക്കുന്നത്. വ്യാവസായിക അയണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റോട്ട് അയൺ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതിൻ്റെ +3 അയോണിലാണ് 4F സബ്ഷെൽ പകുതി നിറഞ്ഞത്? താഴെ പറയുന്നതിൽ ഏതിൻ്റെ +3 അയോണിലാണ് 4F സബ്ഷെൽ പകുതി നിറഞ്ഞത്? ഏതിലായിരിക്കും? ജിഡിയിലാണ്. നെക്സ്റ്റ്, പ്രസ്താവനകൾ പരിഗണിക്കുക. PV = nRT ആയതിനാൽ ആദർശവാതകങ്ങൾക്ക് എല്ലാ താപനിലയിലും മർദ്ദത്തിലും സമ്മർദ്ദക്ഷമതാ ഘടകം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്. PV = nRT ആയതിനാൽ ആദർശവാതകങ്ങൾക്ക് എല്ലാ താപനിലയിലും മർദ്ദത്തിലും സമ്മർദ്ദക്ഷമതാ ഘടകം ആയിരിക്കും. പൊതുവെ കുറഞ്ഞ മാർഗ്ഗത്തിലും കൂടിയ താപനിലയിലും വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നുണ്ട്. ആദർശ സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ശരിയാണ്. ഇനി നമുക്ക് കുറച്ച് ബയോളജി ചോദ്യങ്ങൾ നോക്കാം. മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. ഫ്രിനോളജിയാണ്. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഫ്രിനോളജിയാണ്. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ക്രേനിയോളജി എന്നാണ് പറയുന്നത്. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ക്രേനിയോളജി. തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മം ഏതാണ്? സ്കാൽപ്പാണ് അല്ലേ. തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മം ഏതാണ്? സ്കാൽപ്പാണ്. തലയോട്ടിയുടെ കട്ടിയുള്ള ചർമ്മം ഏതാണ്? സ്കാൽപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം ഏതാണ്?
തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം ഏതാണ്? കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്നറിയപ്പെടുന്നു. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം ഏതാണ്? കപാലം അല്ലെങ്കിൽ ക്രേനിയം. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 8 അസ്ഥികളാണ് കപാലത്തിൽ. 8 അസ്ഥികളാണ് ഉണ്ടായിരിക്കുക. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 8. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്? കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കമാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം. അപ്പോൾ മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകളുള്ള ഭാഗം ഏതാണ്? നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകളുള്ള ഭാഗം ഏതാണ്? മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിലാണ് നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകളുള്ള ഭാഗം. ഇനി മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാം ആണ്. മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാം. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം ഏതാണ്? മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. സെറിബ്രോസ്പൈനൽ ദ്രവമാണ് മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നതും മസ്തിഷ്കത്തിനുള്ളിൽ മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുന്നതും മസ്തിഷ്കത്തിനുള്ളിൽ മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് കാണുന്ന സ്ഥലം ഏതാണ്? തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിൻ്റെ ബാഹ്യസ്ഥലത്തെ ഡുറാമേറ്റർ എന്നും പറയുന്നു. മെനിഞ്ചസിൻ്റെ മധ്യസ്ഥലത്തെ ആർക്കനോയിഡ് എന്ന് പറയുന്നു. മെനിഞ്ചസിൻ്റെ ആന്തരസ്ഥലത്തെ പയാമാറ്റർ എന്നും പറയുന്നു. മെനിഞ്ചസിൻ്റെ ബാഹ്യസ്ഥലത്തെ ഡുറാമാറ്റർ എന്നും മെനിഞ്ചസിൻ്റെ മധ്യസ്ഥലത്തെ ആർക്കനോയിഡ് എന്നും മെനിഞ്ചസിൻ്റെ ആന്തരസ്ഥലത്തെ പയാമാറ്റർ എന്നും അറിയപ്പെടുന്നു. തലച്ചോറിൻ്റെ ഇടത് വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല ഏതാണ്? തലച്ചോറിൻ്റെ ഇടത് വലത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല ഏതാണ്? കോർപ്പസ് കലോസം. കോർപ്പസ് കലോസം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ചോദിക്കാറുണ്ടല്ലോ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടെക്സ് എന്നും ആന്തരിക ഭാഗം മെഡുല എന്നും അറിയപ്പെടുന്നു. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടെക്സ് എന്നും സെറിബ്രത്തിൻ്റെ ആന്തരിക ഭാഗം മെഡുല എന്നുമാണ് അറിയപ്പെടുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗവും സെറിബ്രമാണ്. മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗവും ഏതാണ്? സെറിബ്രമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സെറിബ്രം എന്ന് പറയുന്ന മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും ആന്തരിക ഭാഗത്തെ മെഡുല എന്നറിയപ്പെടുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. അതുപോലെ മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന തലച്ചോറിലെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സെറിബ്രമാണ്. സെറിബ്രമാണ്. ഓക്കെ. സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയാണ് സെറിബ്രൽ കോർട്ടെക്സ് എന്നറിയപ്പെടുന്നത്. സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയാണ് സെറിബ്രൽ കോർട്ടെക്സ്. മുൻ മസ്തിഷ്കത്തിൻ്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സബ് കോർട്ടിക്കൽ ന്യൂക്ലിയസുകളുടെയും അനുബന്ധ ഘടനകളുടെയും ഒരു കൂട്ടമാണ് ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. മുൻ മസ്തിഷ്കത്തിൻ്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സബ് കോർട്ടിക്കൽ ന്യൂക്ലിയസുകളുടെയും അനുബന്ധ ഘടനകളുടെയും ഒരു കൂട്ടമാണ് ബേസൽ ഗാംഗ്ലിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കാസ് ഏരിയ ആണ്. ബ്രോക്കാസ് ഏരിയ ആണ് ചോദിച്ചു കണ്ടിട്ടാണ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്?
സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? സെറിബെല്ലമാണ്. ശരീര ത്വലനാവസ്ഥ നിലനിർത്തുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിലെ ഭാഗമാണ് തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. അപ്പം എന്തൊക്കെയാണ് സെറിബെല്ലത്തെ കുറിച്ച് പറഞ്ഞത്? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു, ശരീര ത്വലനാവസ്ഥ നിലനിർത്തുന്നു, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് സെറിബെല്ലമാണ്. ഇനി സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന തലച്ചോറിലെ ഭാഗമാണ് തലാമസ്. തലാമസ് എന്ന് പറയുന്നത് സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് തലാമസ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ആണ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവും തലാമസ് ആണ്. അപ്പം എന്തൊക്കെയാണ് തലാമസിനെ കുറിച്ച് പറഞ്ഞത്? മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു, വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം, നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗമാണ് തലാമസ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ് അല്ലേ? ഹൈപ്പോതലാമസ് ആണ് ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും എന്ന് പറയുന്നത്, വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സുഷുമ്നയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. സുഷുമ്നയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വസനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അപ്പോൾ മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് എന്താണ്? സുഷുമ്നയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ്. ഹൃദയസ്പന്ദനം, ശ്വസനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം കൂടിയാണ് മെഡുല ഒബ്ലാങ്കേറ്റ. തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണ ഓർമ്മക്കുറവാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഓർമ്മക്കുറവാണ് അൽഷിമേഴ്സ്. ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പാർക്കിൻസൺ ഡിസീസ്. ചോദിക്കാറുണ്ട് കേട്ടോ, തലച്ചോറുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ ചോദിക്കാറുള്ളതാണ്. ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പാർക്കിൻസൺ ഡിസീസ്. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യാവുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്ന രോഗാവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്ന രോഗാവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമിറേജ്. രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമുണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമിറേജ്. മസ്തിഷ്കത്തിലെ സ്ഥലപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. അക്ഷരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥ ഏതാണ്? ഡിസ്ലെക്സിയ എന്ന് പറയുന്നു. അക്ഷരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണ് ഡിസ്ലെക്സിയ. മുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണ് പ്രോസോപഗ്നോസിയ. എന്ന് പറയുന്നത് മുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണ്. ശരീരത്തിലെ മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പാരാലിസിസിലെ തളർവാദം എന്ന് പറയുന്നത്. എന്താണ് പാരാലിസിസ് എന്ന് വെച്ചാൽ? എന്താണ്? മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടാണ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ വരുന്നത് മസ്തിഷ്കത്തിലെ ഏത് ഭാഗത്തിൻ്റെ സഹായത്തിലാണ്? പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിന് ചിത്രം വരുന്നത് ഏതാണ്? വെർനെക്സ് ഏരിയയുമായി ബന്ധപ്പെട്ടതാണ് വെർനെക്സ് ഏരിയ ആദ്യമായിട്ട് വിവരിച്ച വ്യക്തിയാണ് കാൾ വെർനെക്ക് ജർമ്മൻ ന്യൂറോളജിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.